നമസ്കാരം. ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം കവടിയാറ് കുറവങ്കോണം ജംഗ്ഷൻ സമീപം. കുറവങ്കോണം ജംഗ്ഷനിൽ നിന്ന് 100 മീറ്റർ മാത്രം മാറി 7 സെന്റിലായിട്ട് 2500 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു വീടുമായിട്ടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കുള്ളത്. റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു റെന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യുബിൾ പ്രോപ്പർട്ടി. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല SUV ടൈപ്പ് പോലെ ഒരു കവേർഡ് കാർ പാർക്ക് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലേക്ക് നമുക്ക് അവിടെ കുറച്ചൊരു ഗേറ്റ് കുറച്ച് സ്ലൈഡിങ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു കോമ TV പോലുള്ള ചെറിയ വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മുറ്റമാണ് അല്ലെങ്കിൽ ഒരു കാർ പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 2 ഫ്ലോർ ആയിട്ട് നമുക്ക് റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ സൈഡിൽ നിന്നും സെപ്പറേറ്റ് ഷെയർ ആയതുകൊണ്ട് 2 പാർട്ടിക്ക് റെന്റ് കൊടുക്കുന്നുണ്ട്. ഏകദേശം 44,000 രൂപ വരെ ഇപ്പോൾ റെന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യുബിൾ പ്രോപ്പർട്ടിയാണ്. പഴയകാല ബിൽഡിങ്ങിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പൂർണ്ണമായും ചുടുകല്ലും മണലും തീർത്തൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അകത്തേക്ക് കയറുമ്പോൾ നല്ല ഒരു സിറ്റ് ഔട്ട് ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിൽ ഇപ്പോൾ ഓൾറെഡി റെന്റിന് കൊടുത്തിട്ടില്ല, കാരണം ഇപ്പോൾ ഇത് സെയിൽ ചെയ്യുന്നത് കൊണ്ട് അവരെ മാറ്റിയൊക്കെയാണ്. മുകളിലത്തെ ഫ്ലോറിൽ ഓൾറെഡി നമുക്ക് റണ്ണിങ് ആയി കൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഇതിന്റെ വാതിലുകളും തടികളെല്ലാം തന്നെ നല്ല തേക്കും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇന്നത്തെ പുതിയ ബിൽഡിങ്ങുകളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ നല്ല പഴയകാല ബിൽഡിങ്ങിന് സ്ട്രോങ് അല്ലെങ്കിൽ ക്വാളിറ്റിയെ കുറിച്ച് വീണ്ടും എടുത്ത് പറയുന്നില്ല. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. താഴത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂമുകളും കിച്ചൺ, വർക്ക് ഏരിയ, അതുപോലെ പുറത്തേക്ക് നമുക്ക് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറ്റമായിട്ടുള്ള ഏരിയയും ബാക്കിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ ഫസ്റ്റ് ഫ്ലോറിന്റെ വീഡിയോ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോർ ഓൾറെഡി റെന്റ് ഔട്ട് ആയതുകൊണ്ടും അവർ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇപ്പോൾ ആ വീഡിയോ എടുക്കാൻ സാധിക്കുന്നില്ല. ഈ കാണുന്ന അതേക്കാൾ ഈ താഴത്തെ ഫ്ലോറിൽ കാണുന്നേക്കാൾ കുറച്ചും കൂടി സ്ക്വയർ ഫീറ്റ് ആണ് മുകളിലത്തെ ഫ്ലോറിൽ. കാർ പോർച്ച് ഏരിയയിലും കൂടി കുറച്ച് ഏരിയ കൂടും. അപ്പം ഇതിന്റെ ഏകദേശം കൺസ്ട്രക്ഷൻ താഴെയും മുകളിലും ഒരുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ താഴത്തെ ഫ്ലോറിൽ കാണുമ്പോൾ തന്നെ മുകളിലത്തെ ഫ്ലോറിൽ എന്താണെന്നുള്ള ഏകദേശം ഒരു വിശ്ലേഷണം കിട്ടും. താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോൾ നമുക്ക് എല്ലാ ബെഡ്റൂമുകളും ഒരു മാസ്റ്റർ ബെഡ്റൂം ആയിട്ടാണ്. അത്രയ്ക്ക് സൈസാണ്. ഇപ്പൊ ഇതിന്റെ ഹോൾ ആയാലും അതുപോലെ ബെഡ്റൂം സൈസൊക്കെ ആയാലും നല്ല സൈസ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടുള്ള രീതിയിൽ അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസ് അലമാര തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലേക്കും നല്ല രീതിയിലുള്ള അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ടൈലും ഇതിന്റെ ഡിസൈൻ പാറ്റേൺ ഒക്കെ പഴയ കാലത്താണ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എടുത്ത് റിനോവേഷൻ ചെയ്യണം. പിന്നെ റെന്റ് ഔട്ട് ചെയ്യുന്നവർക്ക് ഒരിക്കലും ഇത് റിനോവേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി എല്ലാ വർക്കുകളും കഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഈ കണ്ടീഷനിൽ തന്നെ റെന്റ് കൊടുത്താൽ ഒരു ഫ്ലോറിന് 22,000 രൂപ വരെ റെന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. താഴത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം കയറുമ്പോഴും അതും ബെഡ്റൂം സൈസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. നല്ല 2-3 പേർക്ക് നമ്മൾ റെന്റ് ഔട്ട് എന്ന് പറഞ്ഞ ഹോസ്റ്റൽ പർപ്പസിനൊക്കെ കൊടുത്ത് നമുക്കറിയാം ഈ IAS അക്കാഡമി അല്ലെങ്കിൽ കുറവങ്കോണം ജംഗ്ഷനിലൊക്കെ ഒരു റെന്റിങ്ങിന്റെ ഒരു ഇത് അങ്ങനെ ഡയറക്റ്റ് ഹോസ്റ്റൽ പർപ്പസ് ഒക്കെ ചെയ്യണമെങ്കിൽ മാസം 1 ലക്ഷം രൂപ റെന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ യാതൊരു സംശയവുമില്ല. അത്രയ്ക്കും വൈഡ് ആയിട്ടുള്ളതാണ്. നമുക്ക് അല്ലാതെ റെന്റ് ഔട്ട് നമുക്കൊരു വ്യക്തിക്കാണ് കൊടുക്കുന്നതെങ്കിൽ രണ്ട് ഫാമിലിക്കാണ് കൊടുക്കണമെങ്കിൽ ഒരു 45,000 രൂപ റെന്റ് കിട്ടാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി പ്രോപ്പർട്ടി. ഈ ബെഡ്റൂമിലും അത്യാവശ്യം എല്ലാ റൂമിലും തന്നെ കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതിനകത്തൊരു എക്സ്ട്രാ കോസ്റ്റിന്റെ ആവശ്യമില്ല. അതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബാത്റൂം സൈസ് ആയാലും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ ഫ്ലോറിലെ 3ാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അതും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അലമാരകളെല്ലാം തന്നെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് റൂമിനുള്ള ഒരു ഓപ്ഷൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ആ ബാത്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീടിന്റെ താഴത്തെ ഫ്ലോറിലും മുകളിലത്തെ ഫ്ലോറിലും കിച്ചൺ കൊടുത്തിട്ടുണ്ട്. തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 2 പാർട്ടി കൊടുക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. താഴത്തെ ഫ്ലോറിലെ കിച്ചണിലേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള കിച്ചൺ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. അത് ഈ വലിയ അഴുക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി മൊത്തം പണ്ട് തന്നെ നല്ല ടെയിൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് നന്നായിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിൽ വരുമ്പോൾ താഴത്തെ ഫ്ലോറിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിലൊക്കെ കുറച്ച് സ്റ്റോറേജ് ചെയ്യാനുണ്ട്. ഈ സൈഡിലേക്കും അത്യാവശ്യം കബോർഡ്സ് ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലേക്കും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് പണ്ട് കാലം ചെയ്തിട്ടുള്ള ഒരു കബോർഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള നല്ല ഒരുപാട് പച്ചക്കറിയൊക്കെ നടാനുള്ള സിറ്റിക്കുള്ളിൽ പച്ചക്കറി നടാൻ പറ്റുന്ന ഏരിയ കിട്ടാൻ വളരെ റെയറാണ്. അപ്പൊ അങ്ങനെ ഇച്ചിരി പച്ചക്കറിയൊക്കെ നടുന്ന ഉദ്ദേശിക്കുന്നവർക്കൊക്കെ എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വാല്യൂ പ്രോപ്പർട്ടി. നമുക്ക് കണ്ട് ഇവിടെ 2-3 കൂടി തെങ്ങൊക്കെ ഉണ്ട്. അതിൽ അത്യാവശ്യം 1-2 മണ്ടയൊന്നുമില്ല. ഒരെണ്ണമാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ ഇറക്കാനും അതുപോലെ ബാക്കിൽ കുറെ കൃഷിയൊക്കെ ചെയ്യാനുള്ള സ്ഥലവും കൂടിയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. കവടിയാറ്, കുറവങ്കോണം, അതുപോലെ വയ്യമ്മാർ, അതുപോലെ തന്നെ മരപ്പാലം സൈഡിലൊക്കെ കുറവങ്കോണം ജംഗ്ഷൻ ബേസ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും നല്ലൊരു വാല്യൂ പ്രോപ്പർട്ടി. ഇൻവെസ്റ്റ്മെന്റ് രീതിയിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത്തരക്കാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. നമുക്ക് ഏകദേശം ഈ പഴയകാല ബിൽഡിംഗ് ഒക്കെ ആയതുകൊണ്ട് ഇതൊക്കെ എന്തായാലും ഇനിയും ഒരു 25-50 വർഷം പോകും. അത്രയും നാളും നമുക്ക് മാസം
ഫാമിലിക്ക് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം 45,000 രൂപ റെന്റും, അതുപോലെ തന്നെ നമുക്ക് ഒരു ഹോസ്റ്റൽ പർപ്പസിനൊക്കെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം 1 ലക്ഷത്തോളം റെന്റ് ഇൻകം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ലൊരു പ്രോപ്പർട്ടി. 7 സെന്റ് 2500 സ്ക്വയർ ഫീറ്റ് 6 ബെഡ്റൂം. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,99,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് താല്പര്യം തീർച്ചയായും താഴേക്ക് നമ്പറിലേക്ക് വിളിക്കാം.